ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്ക് നോക്കാം. ഫൈൻഡ് ദ മെഷർ ഓഫ് ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ. റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. റെഗുലർ പോളിഗണിൻ്റെ പ്രത്യേകത എന്താണ്? പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്ത് ആംഗിളാണ്? എക്സ്റ്റീരിയർ ആംഗിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ റെഗുലർ പോളിഗൺ ആംഗിൾ നമുക്കറിയാം സം ഓഫ് എത്രയായിരിക്കും? സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് നമുക്കറിയാം എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ ഒരു ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. എന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾ ഇൻറ്റു നമ്പർ ഓഫ് സൈഡ് ഇസ് ഈക്വൽ ടു സം, അതായത് 360 ഡിഗ്രി. ഓക്കെ, ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ? എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ മെഷർ കണ്ടുപിടിക്കണം അല്ലേ. അതായത് എക്സ്റ്റീരിയർ ആംഗിൾ എനിക്ക് കണ്ടുപിടിക്കണം. സൈഡ് ഇവർ തന്നിട്ടുണ്ട്. റെഗുലർ പോളിഗണിൻ്റെ സൈഡ് എത്രയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു 9 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് ചെയ്യാം. അപ്പോൾ n 9 ആണെന്ന് എനിക്കറിയാം അല്ലേ. E ഇൻറ്റു 9 ഈക്വൽ ടു 360. അപ്പോൾ E എത്രയായിരിക്കും? 360/9 അല്ലേ. ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് വാല്യൂ എത്ര കിട്ടും? 40 ഡിഗ്രി. അതാണ് എൻ്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഇതിന് പകരം നമുക്ക് തന്നിരിക്കുന്നത് അടുത്തത് സെക്കൻഡ് പാർട്ട്. ഇതിന് തന്നെ സെയിം ക്വസ്റ്റ്യൻ തന്നെ സെക്കൻഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് എത്ര ഡിഗ്രിയാണ്? 15 സൈഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എനിക്കറിയാം n ഇസ് ഈക്വൽ ടു 15 ആണ്. എൻ്റെ ഇക്വേഷൻ എന്താണ്? E ഇൻറ്റു 15 ഈക്വൽ ടു 360 ഡിഗ്രി. E എക്സ്റ്റേണൽ ആംഗിൾ എത്ര ഇരിക്കും? അപ്പോൾ 360/15 ഈക്വൽ ടു 24 ഡിഗ്രി. അപ്പോൾ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 24 ഡിഗ്രി. ഓക്കെ.